ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് കുറച്ച് മിക്സർ ഉണ്ടാക്കിയാലൊന്ന്. അപ്പോൾ അതിനാവശ്യമായ കുറച്ച് അരിപ്പൊടി കേട്ടോ, കുറച്ച് മതി. കുറച്ച് അരിപ്പൊടി, പിന്നെ കടലമാവ് കേട്ടോ കൂടുതൽ ചേർക്കണം. ഒരു കപ്പ് കടലമാവ്, പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ, കുറച്ച് മതി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, കുറച്ച് കായപ്പൊടി ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒഴിക്കുക. ശരിക്കും മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം കൂടിയോ എന്നൊരു സംശയം. അപ്പോൾ കുറച്ചും കൂടെ കടലമാവ് ചേർത്ത് വെച്ചിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ എന്തും എടുക്കാം. ഞാൻ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ സേവനാഴി ഇടിയപ്പം ഉണ്ടാക്കണ അതിൽ മാവ് ചേർത്തിട്ട് എണ്ണയ്ക്ക് ഒഴിക്കുക. നല്ലവണ്ണം തിരിച്ച് മറിച്ചിട്ട് വേവിക്കുക. അതിൻ്റെ ഇടയിൽ മക്കൾസ് അവിടെ വെളുത്തുള്ളി വേപ്പിലൊക്കെ ക്ലിയർ ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓല് സ്കൂൾ വിട്ട് വന്നപ്പോഴേ ചായക്കൊന്നുമില്ല. അപ്പം പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക. നമുക്കും കട്ടൻ ചായയും മിച്ചറും കഴിക്കാം, പിള്ളേരെ പേരും പറഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അതിൻ്റെ ഇടയിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സാമ്പിൾ നോക്കി. ടേസ്റ്റും ഉണ്ട്. എന്നാൽ സിമ്പിൾ പരിപാടിയാണ്. കുറച്ച് കടലമാവ് മാത്രം മതി. അതിൻ്റെ അടിയിൽ എന്തോ സംഭവിച്ചിട്ട് ഒന്നൊരു സ്റ്റെക്കായി, എന്തോ ക്ലിയറായി. പിന്നെ നമ്മളെ പാത്രത്തിൽ ബാലൻസ് വരുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ കോരി തവി കൂടെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പൂഞ്ചിയായി. എനിക്ക് മധുരം ചേർക്കണം എന്നുള്ളൂ. അപ്പോൾ പൂഞ്ചി ഇതേപോലെ നമുക്ക് മിക്സറിൽ തന്നെ ചേർക്കാനാട്ടോ.
പിന്നെ നമുക്ക് കുറച്ച് കടല, അത് നമ്മൾ അതിലേക്കിട്ട് വറുത്തെടുക്കുക. തീ ഓവർ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ കടലി റെഡി. പിന്നെ അതിന് ശേഷം നമ്മൾ വേപ്പില ഒന്ന് വറുത്ത് കോരിയെടുക്കുക. വെളുത്തുള്ളി അതേപോലെ ഒന്ന് ഒരു 5-8 ഇല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് അതും ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഇത്രേ ആവശ്യമുള്ളൂ. സംഭവം ഒക്കെ വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് മൊത്തത്തിൽ ഒറ്റ മിക്സിയിൽ എല്ലാം പാടെ കൂടിയാണ് മിക്സ് ചെയ്യുക. പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് ലേശം മുളക് പൊടി കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ് കുറച്ച് ചേർക്കുക, കൂടുതൽ ചേർക്കരുത്. ഇനി പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം ഉപ്പ് പൊടിയൊക്കെ ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല, അങ്ങനെയും ചെയ്യാം.